പിന്നെ നമ്മൾ ചെയ്യുന്നതാണ് റോസ്മേരി വാട്ടർ. അതെ, അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ മാത്രം തുടങ്ങിയ ഒരു ബിസിനസ്സാണത്. ഞാനിപ്പോൾ ഉള്ളത് റിഷാനയുടെ വീട്ടിലാണ്. റിഷാന ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷം ഞങ്ങൾ കാണുമ്പോൾ റിഷാന ബിസിനസ് സ്റ്റാർട്ട് ചെയ്യായിരുന്നു അല്ലേ? അന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആർട്സ് ആൻഡ് സ്റ്റോറിൽ ഞങ്ങളുടെ ആദ്യത്തെ പ്രൊഡക്റ്റാണ്, റിഷാനയുടെ അല്ല, ഞങ്ങളുടെ ആദ്യത്തെ പ്രൊഡക്റ്റാണ് റിഷാനയുടെ ആമീസിൻ്റെ ഹെയർ കെയർ ഓയിൽ. അന്ന് അത് ഒരു നോർമലൊരു ബോട്ടിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം ആർട്സ് ആൻഡ് സ്റ്റോറിൽ വന്നതിന് ശേഷം ഞങ്ങളത് റീബ്രാൻഡ് ചെയ്തിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതെന്തെങ്കിലും ഹെൽപ്ഫുൾ ആയോ അങ്ങനെ പറഞ്ഞതിന് ശേഷം? നമ്മൾ സാധാ സ്റ്റിക്കറിലായിരുന്നു പോയിരുന്നത്. പിന്നെ സാറ് വന്നിട്ടാണ് സാറാണ് നമുക്ക് സ്റ്റിക്കർ ശരിയാക്കി തന്നത്. അതുകൊണ്ട് ഇപ്പോൾ നല്ല നല്ല ബ്രാൻഡിൽ ഇതുണ്ട്. പിന്നെ ആളുകൾക്ക് ഒന്നുകൂടി ഇഷ്ടമാണ് ബോട്ടിൽ ഈ സ്റ്റിക്കർ വന്നതുകൊണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ഓർഡറുകളും നടക്കുന്നുണ്ട്. ഇപ്പം ഏകദേശം എത്ര പീസുകൾ പോകുന്നുണ്ട് ഒരു മാസം? 300 പീസുകളോളം പോകുന്നുണ്ട്. ഓക്കെ. പിന്നെ അതുകൂടാണ്ട് ബൈ പ്രൊഡക്ട്സ് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം അത് സോപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. സോപ്പ് ഇപ്പം ഇത് സ്റ്റിക്കർ ഒട്ടിച്ച് തരാട്ടോ. ഓക്കെ. അപ്പോൾ അതിനുശേഷം അത് സോപ്പായിട്ടുണ്ട്. പിന്നെ ഇതെന്താണ്? റോസ്മേരി വാട്ടർ. ഇതെന്താ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താ? അത് ഇപ്പോൾ ഹെയർ ഓയിൽ യൂസ് ചെയ്യാൻ മടിയുള്ള ആളുകൾക്കൊക്കെ മാതിരിയാണ്. അത് രാത്രി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ തന്നെ നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഡെയിലി ഹെയർ ഓയിൽ യൂസ് ചെയ്യേണ്ട, ഇടവിട്ടൊക്കെ യൂസ് ചെയ്താൽ മതി ഹെയർ ഓയിൽ. അതായത് ഈ റോസ്മേരി വാട്ടർ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ. അപ്പോൾ അങ്ങനെ ഇപ്പം ഒരു ബാച്ച് തീർന്ന് അടുത്തത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ നല്ല സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇൻ്റർനാഷണൽ വുമൻസ് ഡേ ആണ്, മാർച്ച് 8-ാം തീയതി. റിഷാനയ്ക്ക് എല്ലാവിധ ആശംസകളും. ഞാനിന്ന് റീസണും അത് തന്നെയാണ്. കാരണം സ്ത്രീകളായിട്ടുള്ള വീടുകളിൽ വെറുതെ ഇരിക്കുന്ന ഒരുപാട് സ്ത്രീ സംരംഭകരുണ്ട്, ഐഡിയാസൊക്കെ വെച്ചിട്ടിരിക്കുന്ന. പക്ഷേ നല്ല രീതിയിൽ മുമ്പോട്ട് വരിക, നല്ല രീതിയിൽ ചെയ്താൽ ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം അത്യാവശ്യം ആളുകൾ ലൊക്കേഷൻസ് എവിടെയൊക്കെ ആയിട്ടുണ്ട്? ഇപ്പം നമ്മൾ എല്ലായിടത്തും വിടുന്നുണ്ട്. എറണാകുളം, പിന്നെ അമേരിക്കക്കൊക്കെ ഓരോരുത്തർ പോകുമ്പോൾ അങ്ങനെ നമ്മളടുത്ത് ഒന്നിച്ച് 10 ബോട്ടിലൊക്കെ എടുത്ത് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഗൾഫിക്ക് യൂസ് ചെയ്തവർ തന്നെയാണ് വീണ്ടും മേടിക്കുന്നത്. വീണ്ടും വാങ്ങിക്കുന്നത്. നല്ല റിസൾട്ട് ഉണ്ട്. പിന്നെ നമ്മൾ തന്നെ 200 ml ബോട്ടിലുണ്ട്, 100 ml ബോട്ടിലുണ്ട്. കറ്റാർവായ, ഒലിവ് ഓയിൽ, തേന് ഒക്കെ ചേർത്തിട്ടുള്ള സോപ്പാണത്. തേനും ഒലിവ് ഓയിലൊക്കെ ചേർത്തിട്ടുണ്ട്. തേന്, ഒലിവ് ഓയിൽ, കറ്റാർവായന്റെ ജെല്ല് നേരിട്ട് ചേർത്തിട്ടല്ല ഉപയോഗിക്കുന്നത്. കറ്റാർവായന്റെ ജെല്ല് നമ്മൾ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഉരുക്കി എടുത്തിട്ട് എണ്ണ ആക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പാടുകളും കുരുക്കളൊന്നും ഉണ്ടാവില്ല. പിന്നെ ആളുകൾക്ക് കറ്റാർവായ ഉപയോഗിക്കുന്നവർക്ക് ചിലവർക്ക് അലർജിന്റെ പ്രശ്നം, ചൊറിച്ചിലൊക്കെ വരും. പക്ഷേ ഈ സോപ്പിന് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നല്ല ഫീഡ്ബാക്ക് ഉണ്ട് ആളുകൾക്ക്. വിറ്റാമിൻ ഇ, പിന്നെ ഗ്ലിസറിന്, അതൊക്കെയാണ് ചേർക്കുന്നത്. ഇത് ആര്യവേപ്പ്, ആവാരം പൂവ്, പിന്നെ കറ്റാർവായൊക്കെ ചേർത്തിട്ടാണ് ഇത് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ. എന്താ പാടുകൾ, അതുപോലെ കുരുക്കളൊക്കെ കുരുക്കള്, ചൊറിച്ചില്, അങ്ങനെ അലർജി പ്രശ്നമൊക്കെ ഉള്ളവർക്കാണിത്. ഇത് രണ്ടും ഇപ്പൊ നല്ല രീതിയിൽ സെയിൽ പോകുന്നുണ്ട്. നല്ല റിസൾട്ടും ഉണ്ട്, നല്ല റിവ്യൂ ആളുകൾക്ക് സോപ്പിന്. ഹെയർ ഓയിൽ എനിക്ക് ഇന്ന് റിഷനെ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പോകുമ്പോൾ തലയിൽ എനിക്ക് മുടിയൊക്കെ ഇത്രയേ ഉള്ളൂ. പക്ഷേ താരന് നല്ലതാണ്. താരന് നല്ല യൂസ്ഫുൾ ആണ്. ഇത് 200 ml. പിന്നെ അതുകൊണ്ടാണ് ഇപ്പൊ ഷാമ്പു ബോട്ടിൽ തീർന്നിരിക്കുകയാണ് അല്ലേ? 200 ml ബോട്ടിൽ. ഇത് 200 ml ബോട്ടിലാണ്. ഇത് പിന്നെ 100 ml ബോട്ടിൽ. 100 ml ബോട്ടിൽ നമ്മൾ ഇതേപോലെയുള്ള കോമ്പുകൾ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി യൂസ് ചെയ്യാൻ, മുടിയിലേക്ക് ശരിക്കും ഇറങ്ങാനായിട്ട്. അങ്ങനെ ചെയ്യുന്നു. ഓക്കെ. ഷാമ്പു തീർന്നിരിക്കുകയാണ് അല്ലേ? ഷാമ്പു കൊടുത്ത് തീർന്നു. അപ്പൊ അടുത്ത ബാച്ചിന് റെഡി ആവണുള്ളൂ. ഈ എണ്ണ പ്രിപ്പയർ ചെയ്യുന്നതിനൊരു എന്തോ ഒരു പ്രത്യേകതയില്ലേ? കറ്റാർവായ, ആര്യവേപ്പ്, തുളസി, പിന്നെ നീലാംബരി, 18ഓളം ആയിട്ട് സാധനങ്ങൾ. പിന്നെ ഇരട്ടി മധുരം, കരിഞ്ചീരകം, ഉലുവ, ചെറിയ ഉള്ളി, അങ്ങനെ അത്യാവശ്യം 18-20 സാധനം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നീലാംബരി എന്നൊക്കെ പറയുന്നത് നമുക്ക് മുടി കറക്കാനും ഡൈയിലും കാര്യത്തിലൊക്കെ ഉപയോഗിക്കണം. അത്രയും നല്ലതാണ് നീലാംബരി. നീലാംബരി മാത്രം ഇട്ട് എണ്ണ കാച്ചുന്നവരുണ്ട്. അതുപോലെ കേശവർദ്ധനി എന്നൊരു സാധനമുണ്ട്. അതും നല്ല റിസൾട്ടാണ്. നമുക്ക് അത് ഒറ്റക്കിട്ട് എണ്ണ കാച്ചാലും മുടിക്ക് നല്ല കട്ടി ഉണ്ടാവാനും നല്ല ബലം ഉണ്ടാക്കാനൊക്കെയാണ് ഈ കേശവർദ്ധനി ഉപയോഗിക്കുന്നത്. പിന്നെ കറ്റാർവായൊക്കെ എല്ലാം അറിയാം. കറ്റാർവായും, തുളസിയും, ആര്യവേപ്പും ഇതൊക്കെ നമ്മളെ താരനൊക്കെ മാറ്റാനൊക്കെ. പിന്നെ ഭൃംഗരാജ്, കഞ്ഞുണ്ണി, അത് അത്യാവശ്യം നല്ലോണം ചേർക്കുന്നുണ്ട്. അതും നല്ല എഫക്റ്റാണ്. റിഷാനയ്ക്ക് ഈ സെയിൽസിന് വേറൊരു ഇന്റൻഷൻ കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് സൗദിയിലാണ്. അപ്പോൾ സൗദിയിൽ നിന്ന് അദ്ദേഹത്തെ തിരിച്ച് കൊണ്ടുവരണം, അവിടുന്ന് ജോലിയിൽ നിന്ന് ഇവിടെ നല്ലൊരു കരിയർ കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടി. അതെ, അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ മാത്രം തുടങ്ങിയൊരു ബിസിനസ്സാണത്.
പക്ഷെ ഇപ്പം നല്ല രീതിയിൽ പോണു. ഇനി ഹസ്ബൻഡ് എത്രയും പെട്ടെന്ന് തന്നെ പുള്ളി തിരിച്ചു വരട്ടെ. ഇപ്പൊ പുതിയ വീടൊക്കെ ആയിട്ടുണ്ട്. ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഹസ്ബൻഡ് പൂർണ്ണ സപ്പോർട്ട്. ഹസ്ബൻഡ് ആണ് ഞാൻ മടിച്ചു നിൽക്കുമ്പോ ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാത്തിനും സപ്പോർട്ടാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ എന്റെ ഇവിടുത്തെ ആളിയാക്കുണ്ട്, താത്താന്റെ ആളിയാക്കും ഫുള്ള് സപ്പോർട്ടാണ്. ഓലൊക്കെയാണ് ഇപ്പൊ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നത്, ലൈസൻസ് എടുക്കാനും മുന്നോട്ട് പോകാനുള്ളതൊക്കെ പറഞ്ഞു തരുന്നതൊക്കെ അവരാണ്. ഇത് റിഷാനയുടെ. അപ്പോൾ എന്തായാലും ഇതൊരു പ്രചോദനമാവട്ടെ എല്ലാ സ്ത്രീ സംരംഭകർക്കും, മടിച്ചു നിൽക്കുന്നവർക്കും. വീടുകളിൽ നമ്മളുടെ കേരളത്തിലെ ഒരുപാട് സ്ത്രീകൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരുണ്ട്. അവർക്ക് എന്തെങ്കിലും ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് എപ്പോഴും മുമ്പോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. റിഷാന എപ്പോഴും ഒരു എക്സാമ്പിളാണ്. മടിച്ചു നിൽക്കാതെ കാര്യങ്ങൾ വരട്ടെ. ഇപ്പോൾ ഈ കാണുന്ന അടുത്ത ബാച്ചിലേക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇത് ഓർഡർ അനുസരിച്ചാണോ മാനുഫാക്ചർ ചെയ്യുന്നത്? അല്ല, ഹെയർ ഓയിൽ നമ്മൾ ഉണ്ടാക്കി വെക്കും, സോപ്പ് ഓർഡറിനനുസരിച്ച് ഉണ്ടാക്കുന്നത്. സോപ്പ് പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കും. അപ്പോൾ ഞാനെന്ന് എനിക്ക് ഇവിടെ നിലമ്പൂരാണ് റിഷാനയുടെ വീട്. അപ്പോൾ നിലമ്പൂർ വന്നപ്പോൾ ഇന്ന് റിഷാന മീറ്റ് ചെയ്തപ്പോൾ ഇൻ്റർനാഷണൽ വുമൻസ് ഡേയും കൂടെ ആയപ്പം റിഷാനയാണ് ഞങ്ങളുടെ ആദ്യത്തെ സെല്ലർ കേട്ടോ. ഞങ്ങളുടെ ആദ്യത്തെ പ്രൊഡക്റ്റ്, ഞാൻ റിഷാനെ പേഴ്സണലി കാണുന്ന ആദ്യത്തെ സെല്ലറും റിഷാനയാണ്. താരന് ഉള്ള ആളുകൾക്കാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല റിസൾട്ട് ഉണ്ട്. താരന് പൂർണ്ണമായിട്ട് മാറ്റം വരുന്നുണ്ട്. അതുപോലെ മുടി കൊഴിച്ചിലാണെങ്കിൽ 10-15 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പാണ്. അത്രയും നല്ല റിസൾട്ടാണ്. പിന്നെ 1 വയസ്സ് മുതലേ കുട്ടികൾക്ക് നമ്മുടെ ഹെയർ ഓയിൽ യൂസ് ചെയ്യാം. ചെറിയ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാം. സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ കെമിക്കലൊന്നും ചേർക്കണില്ല. സ്മെല്ലിനോ ഇതിനോ കേട് വരാതിരിക്കാനോ ഒന്നും ഒരു കെമിക്കലും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്രയും നല്ല പ്രൊഡക്റ്റാണ്. ഹസ്ബൻഡിന്റെ ഉമ്മയാണ് ഫുള്ള് സപ്പോർട്ട്. ഉമ്മയുടെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നതും സഹായിക്കുന്നതും ഞങ്ങൾ 2 പേരും കൂടി കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണത് അല്ലേ. എനിക്ക് അന്ന് ഓർമ്മയുണ്ട്, കഴിഞ്ഞ വർഷം വരുമ്പോൾ നിങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് ഇതൊക്കെ കളക്ട് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുന്നതും അപ്പോൾ അവിടുന്ന് അത് കാച്ചിട്ടൊക്കെ ചെയ്യുന്നത്. അതെ അതെ അതെ. അന്ന് എനിക്ക് തോന്നുന്നു പറയുമ്പം 50-100 പീസൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം അത് 300-1000 ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല. നമ്മുടെ ഹെയർ ഓയിൽ നമ്മൾ മെയിനായിട്ട് ചേർക്കുന്നത് ചക്കിലാട്ടിയിട്ടുള്ള വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അല്ലാതെ സാധാ നമ്മൾ മുന്നത്തെ എണ്ണ ഉപയോഗിച്ചിട്ടല്ല ചെയ്യുന്നത്. മരച്ചക്കില എണ്ണയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഹെയർ ഓയിലിലേക്ക്. അത് നമ്മുടെ തലക്ക് ഒന്നുകൂടി നല്ല റിസൾട്ടാണ്, നല്ല തണുപ്പാണ്. പിന്നെ നല്ല വെളിച്ചെണ്ണ ആയിരിക്കും ചക്കിലാട്ടിയിട്ടുള്ള വെളിച്ചെണ്ണ. അത്രയും റിസൾട്ടാണ്. നമ്മൾ ആദ്യം ചെയ്തിരുന്നത് സാധാ വെളിച്ചെണ്ണയിലാണ്. പക്ഷെ ഇത് ആക്കിയതിന് ശേഷം ആളുകൾക്ക് ഒന്നുകൂടി റിസൾട്ട് കണ്ടു തുടങ്ങിയപ്പോഴാണ് പിന്നെ ഇത് നമ്മൾ മാറ്റാതെ സ്ഥിരമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ വെളിച്ചെണ്ണക്ക് നല്ല വിലയാണ്. നമ്മൾ സാധാ വെള്ളണ്ടിലാരെയും കൂടുതലുമാണ് ചക്കിലാട്ടിട്ടുള്ളതിന്. പക്ഷെ ഞങ്ങളിപ്പോഴും തന്നെയാണ് കൊണ്ടുപോകുന്നത്. കാരണം റിസൾട്ട് ആളുകൾക്ക് ഉണ്ടാവണമല്ലേ വേണ്ടത്. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്നതാണ് റോസ്മേരി വാട്ടർ. റോസ്മേരി വാട്ടർ നല്ല റിസൾട്ടാണ് നമ്മുടെ മുടിക്ക്. കാരണം നമ്മളെ ചെറിയ മുടികളൊക്കെ പെട്ടെന്ന് വളരാനൊക്കെ നല്ലതാണ്. അതുപോലെ നമ്മുടെ ഹെയർ ഓയിൽ യൂസ് ചെയ്യാൻ മടിയുള്ള ആൾക്ക് ഒക്കെ ഉപയോഗിക്കാൻ ബെറ്റർ റോസ്മേരി വാട്ടറാണ്. ഇതൊരു വെള്ളമാണ്. അതുകൊണ്ട് തന്നെ രാത്രി കിടക്കുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ തന്നെ രാത്രി അങ്ങനെ ഉപയോഗിച്ചാൽ മതി. എണ്ണൻ്റെ മാതിരി കേകി കളയണമെന്നില്ല ആവശ്യമില്ല. അത്രയും നല്ല റിസൾട്ടാണിത്. അപ്പോൾ ഒരുപാട് വളരട്ടെ, ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. പിന്നെ ഇനിയും ഒരുപാട് പ്രൊഡക്ട്സ്, ഒരു വലിയ ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവിധ ആശംസകളും. ശരി.